ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതുവരെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ റൈറ്റ് ട്രാക്കിലെത്താൻ കഴിഞ്ഞില്ലേ? എങ്കിലിതാ സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ എക്സ്പേർട്ട് ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക് PSC IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിലെ IEO പരീക്ഷയിൽ മികച്ച വിജയം സമ്മാനിച്ച ടെക് PSCയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഹലോ ഫ്രണ്ട്സ്, ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് സർവേ എന്ന ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2023-2024 കാലയളവിൽ കേരള PSCയിൽ ഈ പർട്ടിക്കുലർ സിലബസിൽ നിന്നും, അതായത് സർവേയുടെ നമുക്ക് IEOയിൽ പഠിക്കാനുള്ള പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. In GPS survey, RTK stands for. ഇത് റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മുടെ ഒരു PSC എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. GPS സർവേയിൽ RTKയുടെ ഫുൾ ഫോം എന്താണെന്നുള്ളത്. RTK നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് കോൾഡ് റിയൽ ടൈം കൈനമാറ്റിക്. ഇനി എന്താണ് RTK? നമ്മൾ GPS സാറ്റലൈറ്റ്സ് യൂസ് ചെയ്ത് സാറ്റലൈറ്റ്സ് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ കോർഡിനേറ്റ്സ് ഒക്കെ അയച്ചു തരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന്, ഫിക്സ്ഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് സ്റ്റേഷൻ്റെ ഡേറ്റ വെച്ച് നമ്മൾ ഈ സാറ്റലൈറ്റ്സ് അയച്ചു തന്ന ഡേറ്റയെ കമ്പയർ ചെയ്ത് എറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ RTK റിയൽ ടൈം കൈനമാറ്റിക് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോളുക, RTKയുടെ ഫുൾ ഫോം ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് റിയൽ ടൈം കൈനമാറ്റിക്. അതിൽ നമ്മൾ സാറ്റലൈറ്റ്സിൻ്റെ ഡേറ്റയുടെ പുറമെ ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ബേസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്ത് എറേഴ്സ് എല്ലാം റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിസൈസ് ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ സയൻസ് ഓഫ് അക്വയറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ എർത്ത് സർഫസ് വിതൗട്ട് ആക്ച്വലി ബീയിങ് ഇൻ കോൺടാക്ട്? റിസെക്ഷൻ, ട്രൈലാട്രേഷൻ, റിമോട്ട് സെൻസിങ്, ട്രൈലൊക്കേഷൻ. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിത്തൗട്ട് ബീയിങ് ഇൻ ഡയറക്റ്റ് കോൺടാക്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ പ്രിസൈസ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കണ്ടുപിടിക്കുന്നതിനെ നമ്മൾ റിമോട്ട് സെൻസിങ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ സി. 1 hectare is equal to dash r. ഇത് നമ്മുടെ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് ലാൻഡ് ഏരിയയിൽ പഠിക്കാനുള്ള കുറച്ച് യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തേത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെൻറ്റ് ആണ്. അപ്പോൾ ഒരു സെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു 40.47 മീറ്റർ സ്ക്വയർ. ഇനി ഒരു ഏക്കർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 100 സെൻറ്റ്സ്. അപ്പോൾ 100 സെൻറ്റ് വരുമ്പോൾ അത് ഒരു ഏക്കറായി. ഇനി മറ്റൊരു യൂണിറ്റ് ആണ് 1 r. ARE 1 r എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 100 മീറ്റർ സ്ക്വയർ. ഇനി 100 r വരുമ്പോൾ അതൊരു ഹെക്ടറായി. ഇനി ഈ ഹെക്ടറിനെ നമുക്ക് ഏക്കറിൻ്റെ ടേംസിൽ പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് 2.47 acres. പിന്നുള്ള യൂണിറ്റ് നമ്മുടെ സ്ക്വയർ മൈലാണ്. ഇപ്പോൾ ഒരു സ്ക്വയർ മൈൽ എന്ന് പറയുന്നത് 640 acres ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരുന്നത് ഹെക്ടറിൻ്റെ ആയിരുന്നു. അപ്പോൾ 1 hectare is equal to 100 hours. അപ്പോൾ ഓപ്ഷൻ സി. In ordinary chain survey, the maximum permissible error is 1 in 250, 1 in 1000, 1 in 2000, 1 in 5000. ഓക്കെ, ചെയിൻ സർവേയിലെ മാക്സിമം പെർമിറ്റഡ് എറർ, അതായത് ഓർഡിനറി ജനറലി നമ്മൾ പറയുമ്പോൾ ചെയിൻ സർവേയിലെ പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 1 in 1000. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ ലെവൽ ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹില്ലി റീജിയൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ എറർ വാല്യൂസ് വരുന്നുണ്ട്. പക്ഷേ ജനറലി നമ്മൾ പറയുമ്പോൾ ചെയിൻ സർവേയിലെ പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് 1 in 1000 ആണ്. അല്ലെങ്കിൽ പെർമിറ്റഡ് ആക്യുറസി അല്ലെങ്കിൽ പെർമിറ്റഡ് എറർ എന്ന് പറയുന്നത് 1 in 1000 ആണ്. ഓപ്ഷൻ ബി. വാട്ട് ബെഞ്ച് മാർക്ക് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഷോർട്ട് ഡ്യൂറേഷൻ സച്ച് ആസ് അറ്റ് ദ എൻഡ് ഓഫ് എ ഡേയ്സ് വർക്ക്? ആർബിട്രറി ബെഞ്ച് മാർക്ക്, ടെമ്പററി ബെഞ്ച് മാർക്ക്, പെർമനൻറ്റ് ബെഞ്ച് മാർക്ക്, GTS ബെഞ്ച് മാർക്ക്.
ഓക്കെ, അപ്പം നമ്മൾ ബെഞ്ച് മാർക്സ് പഠിച്ചപ്പോൾ ഈ പറഞ്ഞ ക്ലാസ് ടൈപ്സ് എല്ലാം പഠിച്ചതായിരുന്നു. അതിൽ നമ്മൾ ടെമ്പററി ആയിട്ട് വർക്ക് നിർത്തി വെക്കുമ്പോൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ബെഞ്ച് മാർക്കിനെ ടെമ്പററി ബെഞ്ച് മാർക്ക് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി. GTS ബെഞ്ച് മാർക്ക് നമ്മൾ സർവേ ഓഫ് ഇന്ത്യ ഒക്കെ ചെയ്യുന്ന കൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് GTS ബെഞ്ച് മാർക്സ്. പിന്നെ പെർമനൻറ്റ് ബെഞ്ച് മാർക്സ് എന്ന് പറയുന്നത് ഓരോ 10 കിലോമീറ്റർ ഇൻ്റർവെല്ലിൽ നമ്മൾ GTS ബെഞ്ച് മാർക്കിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഈ പെർമനൻറ്റ് ബെഞ്ച് മാർക്സ്. ഇനി ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് എക്സാക്ട് എലിവേഷൻ വേണ്ട, പക്ഷേ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ, ഒരു ആർബിട്രറി ഒരു 100 മീറ്റേഴ്സെന്നോ അല്ലെങ്കിൽ 200 മീറ്റേഴ്സെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്തെടുത്തിട്ട് നമ്മൾ അത് വെച്ച് വർക്ക് ചെയ്യും. അപ്പോൾ അതിനെയാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് വിളിക്കുന്നത്. ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആൻറ്റിന ഇൻ GPS. ഇത് ഒരു റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. GPSൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിന എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന. മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന എന്ന് വെച്ചാൽ അതിൽ പല പാനൽസ്, നമ്മൾ മെറ്റാലിക് പാനൽസ് അടുക്കി വെച്ച് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ആൻറ്റിനയാണ് മൈക്രോസ്ട്രിപ്പ് ആൻറ്റിന. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. Microstrip antenna is the most widely used antenna in GPS as it is circular or rectangular shaped metallic patch above the ground plane. The first GPS satellite was launched in 1955, 1967, 1978, 1993. അപ്പം നമ്മുടെ GPS സാറ്റലൈറ്റ്സിൽ 24 സാറ്റലൈറ്റ് ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് 1978 അപ്പോൾ 1978 ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. അങ്ങനെ ബാക്കി പുറകെ സാറ്റലൈറ്റ്സ് ലോഞ്ച് ചെയ്ത് അവസാനം 24 സാറ്റലൈറ്റ്സും ഓർബിറ്റിൽ വന്ന് ഈ GPS വർക്ക് ചെയ്യിപ്പിച്ച് തുടങ്ങിയത് 1993. അപ്പം GPS തുടങ്ങിയ ടൈം ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 1993. പക്ഷേ ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത വർഷം ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് 1978. വിച്ച് ടൈപ്പ് ഓഫ് വേവ് ഇസ് യൂസ് ടു ഓപ്പറേറ്റ് EDM? ഇപ്പോൾ EDM എന്തായിരുന്നു? നമുക്കറിയാം, ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ EDM മെഷർമെൻറ്റ്സിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? അൾട്രാസോണിക് വേവ്, ഇലക്ട്രിക് വേവ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഓൾ ഓഫ് ദീസ്. EDMൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് യൂസ് ചെയ്യുന്നത്. Data collector is used for total station, for controlling the total station, keeping data records, helping data processing, knowing the position of pointing. ഓക്കെ, ഡേറ്റ കളക്ടർ എന്ന ഡിവൈസ് നമുക്ക് ടോട്ടൽ സ്റ്റേഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ടു കീപ് ദ ഡേറ്റ റെക്കോർഡ്സ്. ഈ കൺട്രോളിങ് ദ ടോട്ടൽ സ്റ്റേഷൻ അതേപോലെ ഡേറ്റ പ്രോസസ്സിംഗ് എല്ലാം മൈക്രോ പ്രോസസ്സറിൻ്റെ ഫംഗ്ഷനായിട്ടാണ് വരുന്നത്. ഡേറ്റ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യുക എന്നതാണ് നമ്മുടെ ഡേറ്റ കളക്ടറിൻ്റെ യൂസ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. How the chain is adjusted if the chain is found to increase in length than the standard length? By lengthening the links at handle, by inserting new rings as required, by removing some of the rings, by straightening the bend of links. അപ്പോൾ നമ്മൾ ചെയിൻ എടുക്കാൻ നേരം ഇനീഷ്യലി പറഞ്ഞ ലെങ്ത്തിനേക്കാട്ടിൽ കൂടുതലാണ് ലെങ്ത്ത്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ റിമൂവിങ് സം ഓഫ് ദ റിങ്സ് എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് ലെങ്ത്ത് നമ്മളെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ബാക്കി ഓപ്ഷൻസ് എല്ലാം നോക്കുവാണെങ്കിൽ അതെല്ലാം ചെയിനിൻ്റെ ലെങ്ത്തിനെ വീണ്ടും കൂട്ടത്തേ ഉള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ വരാൻ പോകുന്ന ഓപ്ഷൻ സി ആണ്. ഈ ഓരോ ലിങ്ക്സിൻ്റെ ഇടയ്ക്ക് നമുക്ക് റിങ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ റിങ്സ് റിമൂവ് ചെയ്യുന്നത് നമുക്ക് ചെയിനിൻ്റെ ലെങ്ത്തിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. Which surveying is taken to determine different strata in the Earth's crust? Geological survey, astronomical survey, archaeological survey, geodetic survey. ഇത് നമ്മൾ നേരത്തെ ഒന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. എർത്ത് ക്രസ്റ്റിൻ്റെ പല ലെയേഴ്സ് അതിനെ സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ജിയോളജിക്കൽ സർവേ ആണ്. ഇനി ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആസ്ട്രോണമിക്കൽ സർവേ ഉണ്ട്. ആസ്ട്രോണമിക്കൽ സർവേ നമ്മൾ ചെയ്യുന്നത് സ്റ്റാർസിൻ്റെയും മറ്റ് പ്ലാനറ്റ്സിൻ്റെ അതേപോലെ സണ്ണിൻ്റെ മൂണിൻ്റെ ഇവരുടെയൊക്കെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനാണ് ആസ്ട്രോണമിക്കൽ സർവേ ചെയ്യുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ചെയ്യുന്നത് നമ്മൾ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്, മോണ്യുമെൻറ്റ്സ് ഇതിൻ്റെയൊക്കെയാണ് ആർക്കിയോളജിക്കൽ സർവേയിൽ വരുന്നത്. ജിയോഡറ്റിക് സർവേ നമ്മൾ പറഞ്ഞു എർത്തിൻ്റെ കർവേച്ചറൂടെ കൺസിഡർ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സർവേ വർക്കിനെയാണ് ജിയോഡറ്റിക് സർവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ജിയോളജിക്കൽ സർവേ. ചെയിൻ സർവേയിങ് യൂസസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാവേഴ്സിംഗ്, ചെയിനിങ്, റേഞ്ചിങ്, ട്രയാങ്കുലേഷൻ. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്.
ചെയിൻ സർവേയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രയാങ്കുലേഷൻ ആണ്. അതായത് നമുക്ക് സർവേ ചെയ്യേണ്ട പ്ലോട്ട് ഏരിയ മൊത്തം നമ്മൾ പല ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഈ ട്രയാങ്കിൾസിൻ്റെ സൈഡിൻ്റെ ലെങ്ത് ആണ് നമ്മൾ ചെയിൻ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്ത് ഈ ട്രയാങ്കിളിൻ്റെ സൈഡ് ലെങ്ത് വെച്ച് നമ്മൾ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഓരോ ട്രയാങ്കിളിൻ്റെ ഏരിയ തമ്മിൽ ആഡ് ചെയ്ത് ടോട്ടൽ പ്ലോട്ട് ഏരിയ നമ്മൾ സർവേ ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഇതാണ് ട്രയാങ്കുലേഷൻ പ്രോസസ്സ്. In a metric chain, the ends of each link is connected by 3 oval rings, 4 oval rings, 2 oval rings and 1 oval ring. Okay. മെട്രിക് ചെയിനിൽ നമ്മൾ മെട്രിക് ചെയിൻസ് പഠിക്കാൻ നേരം ഓരോ ലിങ്ക്സിനെയും തമ്മിൽ കണക്ട് ചെയ്ത് നമുക്ക് 3 ഓവൽ റിങ്സ് ആണ് ഉള്ളത്. ദ എൻഡ്സ് ഓഫ് ഈച്ച് ലിങ്ക് ആർ ബെൻറ്റ് ഇൻ ടു എ ലൂപ്പ് ആൻഡ് കണക്റ്റഡ് ടുഗദർ ബൈ മീൻസ് ഓഫ് 3 ഓവൽ റിങ്സ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. Which is used to measure the accuracy of the framework of survey? Baseline, check line, tie line, subsidiary line. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുമുണ്ട്. അപ്പം സർവേ വർക്കിൻ്റെ ആക്യുറസി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈനിനെ ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ എന്നും വിളിക്കാറുണ്ട്. അപ്പം ബേസ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ സർവേ ലൈൻസ് ലേ ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ലെങ്ത് കൂടിയ ലൈനെയാണ് ബേസ് ലൈൻ എന്ന് വിളിക്കുന്നത്. ടൈ ലൈൻ അല്ലെങ്കിൽ സബ്സിഡറി ലൈൻ രണ്ട് സെയിം ആണ്. അത് എന്ന് പറയുന്നത് ഈ ടൈ സ്റ്റേഷൻസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ് ടൈ ലൈൻസ് ഓർ സബ്സിഡറി ലൈൻസ്. ചെക്ക് ലൈൻ ഓർ പ്രൂഫ് ലൈൻ ആണ് നമ്മുടെ ആക്യുറസി ഓഫ് സർവേ വർക്ക് അത് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലൈൻസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. വേർ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്ക് ഇസ് യൂസ്ഡ് ഇൻ സർവേയിങ്? ഓർഡിനറി വർക്ക്, സ്മോൾ സ്കെയിൽ വർക്ക്, ലാർജ് സ്കെയിൽ സർവേ വിത്ത് ഡീറ്റെയിൽഡ് വർക്ക്, പ്രിസിഷൻ വർക്ക്. ഓക്കെ, നമുക്ക് ഫീൽഡ് ബുക്സിൻ്റെ സൈസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. 2 ടൈപ്പ് ഫീൽഡ് ബുക്സ് ആണ് സർവേയിങ്ങിൽ യൂസ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കും ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കും. അപ്പോൾ ഇതിൽ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിൽ നടുക്കൊരൊറ്റ കോളമേ ഉള്ളൂ. അതിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലാർജ് സ്കെയിലിൽ നമ്മൾ സർവേ ചെയ്യാൻ നേരം എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതണമെങ്കിൽ നമ്മൾ ഈ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലാർജ് സ്കെയിൽ സർവേ വിത്ത് ഡീറ്റെയിൽഡ് വർക്ക് എന്നാണ്. അപ്പോൾ എന്നാൽ ഡബിൾ ലൈനിൽ വരുമ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാറില്ല. കൂടുതൽ ഡേറ്റ അല്ലെങ്കിൽ ഇൻഡെപ്തിൽ നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും എൻ്റർ ചെയ്യാത്ത ബുക്ക് ഈ ഡബിൾ ലൈൻ ഫീൽഡ് ബുക്കാണ്. അപ്പോൾ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്കിലാണ് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം വിശദമായി എഴുതി ലാർജ് സ്കെയിലിൽ സർവേ ചെയ്യുമ്പോഴാണ് നമ്മൾ സിംഗിൾ ലൈൻ ഫീൽഡ് ബുക്സ് യൂസ് ചെയ്യുന്നത്. Which EDM instrument is fabricated and worked on the propagation of modulated light waves? ടോട്ടൽ സ്റ്റേഷൻ, ടെല്ലുറോമീറ്റർ, ജിയോഡിമീറ്റർ, ഡെക്ക നാവിഗേറ്റർ. ഓക്കെ, നമുക്ക് ഇ ഡി എം ഇൻസ്ട്രുമെൻസിൽ പല ടൈപ്പ് ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ്സും അത് യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്, ഏത് ടൈപ്പ് വേവ്സ് ഇ ഡി എം വേവ്സ് ആണ് യൂസ് ചെയ്യുന്നത് എന്നും അറിഞ്ഞിരിക്കണം. മൈക്രോവേവ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ മൈക്രോവേവ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിൻ്റെ ഒരു എക്സാമ്പിളാണ് ടെല്ലുറോമീറ്റർ. അതേപോലെ വിസിബിൾ ലൈറ്റ് വേവ്സ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ജിയോഡിമീറ്റർ. ഇതായിരുന്നു നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നത്, മോഡ്യുലേറ്റഡ് ലൈറ്റ് വേവ്സ് യൂസ് ചെയ്യുന്ന ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നുള്ളത്. അപ്പോൾ അത് ജിയോഡിമീറ്റർ ആണ്. പിന്നുള്ളത് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇൻഫ്രാറെഡ് വേവ്സ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഡിസ്റ്റോമാറ്റ്. അപ്പോൾ ഇത് മൂന്നെങ്കിലും അറിഞ്ഞിരിക്കണം. മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് ഉള്ളത് ടെല്ലുറോമീറ്റർ ആണ്, വിസിബിൾ ലൈറ്റ് ജിയോഡിമീറ്ററും, ഇൻഫ്രാറെഡ് ഡിസ്റ്റോമാറ്റും ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ ആക്യുറേറ്റ് സെൻറ്ററിങ് ഓഫ് മോഡേൺ തിയോഡലൈറ്റ് എസ്പെഷ്യലി ഇൻ വിൻഡി ക്ലൈമറ്റ്സ് വിച്ച് അറേഞ്ച്മെൻറ്റ് ഇസ് മോസ്റ്റ് സ്യൂട്ടബിൾ? സെൻറ്ററിങ് റോഡ്, പ്ലം ബോബ്, ഒപ്റ്റിക്കൽ മൈക്രോമീറ്റർ, ഒപ്റ്റിക്കൽ പ്ലമറ്റ്. നമ്മൾ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് പഠിച്ചപ്പോൾ ഈ ഒപ്റ്റിക്കൽ പ്ലമറ്റ് എന്ന് പറയുന്ന അതിൻ്റെ ആ പാർട്ടിനെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ തിയോഡലൈറ്റിനെ നമുക്ക് വേണ്ട പോയിന്റിൽ തന്നെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് സെൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിയോഡലൈറ്റിൻ്റെ ഒരു പോർഷനാണ് ഈ ഒപ്റ്റിക്കൽ പ്ലമറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റ് ഒരു ടോപ്പിക്കിലെ റീസെൻ്റ് ആയിട്ട് എക്സാംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഇതുവരെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ്റെ റൈറ്റ് ട്രാക്കിലെത്താൻ കഴിഞ്ഞില്ലേ? എങ്കിലിതാ സമൃദ്ധിയുടെ പ്രതീകമായ ഈ ചിങ്ങമാസത്തിൽ ടെക് പി എസ് സിയുടെ എക്സ്പേർട്ട് ടീമിനൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായി ടെക് പി എസ് സി IEO തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിലെ IEO പരീക്ഷയിൽ മികച്ച വിജയം സമ്മാനിച്ച ടെക് പി എസ് സിയുടെ അതിവിദഗ്ധരായ ഫാക്കൽറ്റി ടീം നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം
ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്കും സ്വന്തമാക്കാം. മറ്റൊരു സന്തോഷ വാർത്ത കൂടി, ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഈ പൊന്നിൻ ചിങ്ങമാസത്തിൽ ടെക് PSCയുടെ ഓഫർ പ്രൈസിലൂടെ ടെക് PSC സബ്സ്ക്രൈബേഴ്സിന് ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാം വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിൽ.